ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ലെക്ചർ സീരീസിൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൻ്റെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിൻലി ഡീൽ ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററികളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട്. ഈ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്ന ഡാറ്റാസുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നതും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഹോസ്പിറ്റലിൽ റൺ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് ഈ മെഡിക്കൽ റെക്കോർഡ്സുകളായി നമ്മൾ കണക്കാക്കപ്പെടുന്നത്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസുകളും അതിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസിലോട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയപ്പെടുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചിട്ടൊരു അവയർനെസ് ഉണ്ടോ? എന്താണ് ഒരു മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്? ഇത് നിങ്ങളുടെ അസുഖങ്ങളും നിങ്ങളുടെ മരുന്നുകളും എടുത്ത റെക്കോർഡ്സുകൾ മാത്രമാണോ? ഓഫ് കോഴ്സ് നോട്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ്സുകളാണ്. ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും അതേപോലെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുകളുമാണ്. മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻസിലോട്ട് പോകുമ്പോൾ, മെഡിക്കൽ റെക്കോർഡ്സ് ഓഫൺ റെഫർഡ് ടു ആസ് ഹെൽത്ത് റെക്കോർഡ്സ് ഓർ പേഷ്യൻ്റ് റെക്കോർഡ്സ്. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സിനെ നമ്മൾ രണ്ട് രീതിയിലാണ് പറയപ്പെടുന്നത്. ഒന്ന് ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെങ്കിൽ പേഷ്യൻ്റ് റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഹെൽത്ത് റെക്കോർഡ്സുകൾ എൻകംപസസ് എ സിസ്റ്റമാറ്റിക് കോമ്പൈലേഷൻ ഓഫ് പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി, ഡയഗ്നോസിസ്, treatment, medication, and other pertinent healthcare informations. These records serve as an indispensable tool for healthcare professionals in delivering optimal patient care and maintaining a longitudinal view of the patient health journey. അപ്പം മെഡിക്കൽ റെക്കോർഡ്സുകളിൽ മെയിൻലി ഉണ്ടാകുന്നത് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസുകളും അതേപോലെ തന്നെ പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററികൾ, അവരുടെ ഡയഗ്നോസിസുകൾ, അവർക്ക് ലഭിച്ച ഇൻവെസ്റ്റിഗേഷൻസുകൾ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകളും ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകളും, അതേപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓവറോൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ ആണ്. നമുക്ക് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ്സുകൾ ലഭിക്കാൻ പോകുന്നത്. ഈ റെക്കോർഡ്സുകളാണ് ഒരു ഡോക്ടറിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ്സുകൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ്. ഈ റെക്കോർഡ്സുകൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഏത് പേഷ്യൻറ്റിന് എന്തു ചെയ്തു, എന്തായിരുന്നു അവരുടെ ഡയഗ്നോസിസ് എന്നുള്ളത് ചിലപ്പം ഡോക്ടേഴ്സുകൾ എല്ലാ പേഷ്യൻസിൻ്റെതും ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം ഈ സൂക്ഷിക്കപ്പെട്ട റെക്കോർഡ്സുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ പേഷ്യൻസിനെ വേറൊരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തായിരുന്നു കണ്ടീഷൻസുകൾ എന്നുള്ളത് നമുക്ക് ലേമാൻ ടേമിലല്ലാതെ മെഡിക്കലി ആ ഒരു ഡോക്ടറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസുകളാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയും. നമുക്ക് ഡെഫിനിഷൻസുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സെഷൻസിലോട്ട് പോകാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇത്രയും റെക്കോർഡ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്? ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സുകൾ നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് മോണിറ്ററിങ് ഓഫ് ദ ആക്ച്വൽ പേഷ്യൻ്റ്. ആക്ച്വൽ പേഷ്യൻറ്റിൻ്റെ സ്റ്റാറ്റസ്, അവരുടെ ഡയഗ്നോസിസുകൾ എന്തായിരുന്നു, എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്ററി റിപ്പോർട്ട്സുകളാണ് ലഭിച്ചിട്ടുണ്ടായത്, അവർക്ക് എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകൾ ചെയ്യാൻ പറ്റും, ഓൾറെഡി എന്തൊക്കെ മെഡിക്കേഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഈ ഒരു ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അതിന് ആൾട്ടർനേറ്റീവ് റെമഡീസുകൾ വേണമെങ്കിൽ അതും സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റെക്കോർഡ്സുകൾ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വഹിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിക്കൽ റിസർച്ച് ആക്ടിവിറ്റീസുകൾക്കാണ്. നമുക്കൊരു പെർട്ടിക്കുലർ ഡ്രഗിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രാക്ഷൻസുകളോ അല്ലെങ്കിൽ സിംറ്റംസുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡികൾക്ക് ഈ മെഡിക്കൽ റെക്കോർഡ്സുകളാണ് പൊതുവെ ഹെൽപ്പ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഓർ പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് പേഷ്യൻസിന് അതേപോലെ തന്നെ നമ്മുടെ
യങ് ബഡിങ് പ്രൊഫഷണൽസുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഇൻഫോർമേഷൻസും അവരുടെ എഡ്യൂക്കേഷണൽ ട്രെയിനിങ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ്സുകളാണ് യൂസ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് ഫോർ ഇൻഷുറൻസ് കേസസ്. ഒരു ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്സുകൾ. ഈ റെക്കോർഡ്സുകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സ് ഈസിയർ ആക്കുന്നത്. നെക്സ്റ്റ് ഫോർ മാൽ പ്രാക്ടീസ് സ്യൂട്ട്സുകൾ. ഇത് ഡോക്ടേഴ്സുകൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസുകൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാനും തിരിച്ചറിയാനും ഈ റെക്കോർഡ്സുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യപ്പെടുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസുകൾക്ക് പോലും നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സുകൾ യൂസ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വരുന്നത് ഒരു മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ കോമ്പോണൻസുകളാണ്. നമുക്കറിയാം ഒരു മെഡിക്കൽ റെക്കോർഡ്സുകളിൽ എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഫസ്റ്റ് ആയിട്ട് പേഷ്യൻ്റ് ഡെമോഗ്രഫിക്സുകളാണ്. പിന്നെ വരുന്നത് മെഡിക്കൽ ഹിസ്റ്ററി, ക്ലിനിക്കൽ ഒബ്സർവേഷൻസുകൾ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്സ്, ലബോറട്ടറി ആൻഡ് ഇമേജിംഗ് റിസൾട്ട്സുകൾ, അതേപോലെ പ്രോഗ്രസ് നോട്ട്സുകളാണ്. കൺസെൻറ്റ് ഫോംസുകൾ, ലീഗൽ ഡോക്യുമെൻറ്റ്സുകൾ, ബില്ലിംഗ് ആൻഡ് ഇൻഷുറൻസ് ഇൻഫർമേഷൻസ്. നമുക്ക് ഓരോ റെക്കോർഡ്സിലോട്ടും ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ ഫസ്റ്റ് പേഷ്യൻ്റ് ഡെമോഗ്രഫിക്സിൽ നമ്മൾ മെയിൻലി എൻട്രി ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളുണ്ട്. അവരുടെ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതേപോലെ തന്നെ അവരുടെ ഏരിയാസുകൾ, ഇനീഷ്യൽ ഡയഗ്നോസിസ്, റെഫറൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ റെഫറൽ ഡോക്ടേഴ്സ്, ഇതേപോലെയുള്ള പേഷ്യൻ്റെ ബേസിക് ഡീറ്റെയിൽസുകളാണ് പേഷ്യൻ്റ് ഡെമോഗ്രഫിക്സുകളിൽ വരുന്നത്. മെഡിക്കൽ ഹിസ്റ്ററികളാണ്. നമുക്കറിയാം ഒരു പേഷ്യൻ്റ് ഡേ 1 തൊട്ടിട്ട് ഒരു ഹോസ്പിറ്റൽ വന്നത് മുതലുള്ള എല്ലാ ഹിസ്റ്ററിക്കൽ ഡാറ്റാസുകളും ഉണ്ടാകും. അതും ക്രോണോളജിക്കൽ ഓർഡറിൽ ഫസ്റ്റായിട്ട് പേഷ്യൻ്റ് എന്ത് സിംറ്റം കൊണ്ടാണ് വരുന്നത്, അവർ വരുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസുകൾ എടുത്തിട്ടുണ്ടോ, ഇതിനു മുന്നേ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഡയഗ്നോസിസുകളുണ്ടോ എന്ന് മുതലുള്ള എല്ലാ ക്രോണോളജിക്കൽ ഡാറ്റാസുകളും നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്യും. ക്ലിനിക്കൽ ഒബ്സർവേഷൻസുകൾ, ഇവരുടെ സിംറ്റംസുകളും സൈനിയും ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡോക്ടേഴ്സുകൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ ഫൈൻഡിങ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും ഇതിൽ നമ്മുടെ വൈറ്റൽസുകൾ ഇൻക്ലൂഡഡ് ആകാം, വേറെ എന്തെങ്കിലും സയൻസുകൾ ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റ്സുകളും. നമ്മുടെ ഒബ്സർവേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിലോട്ട് എത്തുകയാണ്. ഈ ഡയഗ്നോസിസ് അടക്കം നമ്മുടെ റെക്കോർഡ്സുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതേപോലെ ഈ ഡയഗ്നോസിസിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസുകളും പ്ലാൻസുകളുമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായത്, അത് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട്സുകൾ എന്താണ്, ഈ ഒരു ഡിസീസ് കണ്ടീഷന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ലബോറട്ടറി അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നിക്സുകളോ ഇൻവെസ്റ്റിഗേഷൻസുകളോ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമായി വരാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കൺസെൻറ്റ് ഫോംസുകളാണ്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു എൻട്രി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൽ നമ്മൾ ഫസ്റ്റത്തെ കൺസേൺസുകളാണ് നമ്മൾ ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ നമ്മളൊരു സർജറി നടത്തുമ്പോഴോ പ്രൊസീജിയേഴ്സുകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കൺസെൻസുകളും ലീഗൽ ഡോക്യുമെൻസുകളും നമ്മൾ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. കാരണം ഒരു പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസിലോ എന്തൊക്കെ ഡൈവേർഷൻസുകൾ വരാം, അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു അതിന് പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിന് ഇൻഫോർമേഷൻസുകൾ കൊടുക്കുന്നതാണ് കൺസെൻറ്റ് ഫോംസുകൾ. അതേപോലെ ബില്ലിംഗ് ആൻഡ് ഇൻഷുറൻസ് ഇൻഫോർമേഷൻസുകൾ. ഒരു പേഷ്യൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്സുകളോ അല്ലെങ്കിൽ ഒരു സർവീസോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ കോസ്റ്റുകളും അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബ്രേക്ക് ഡൗൺസുകളും എന്തൊക്കെ പേയ്മെൻറ്റ്സുകളാണ് അവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഏത് ഡേറ്റ്സുകളാണ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഫോർമേഷൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെയാണ് ക്ലെയിം പ്രോസസ്സുകൾ നടന്നിട്ടുള്ളത്, എത്ര ബാലൻസ് ആയിട്ട് അവർക്ക് കിടക്കുന്നുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സുകൾ എടുക്കാം എന്നുള്ള ഇൻഫോർമേഷൻസുകൾ പോലും ലഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ പേഷ്യൻ്റ് ഡെമോഗ്രഫിക്സ് തൊട്ടിട്ട് ഈവൻ നമ്മുടെ ബില്ലിംഗ് ഇൻഫോർമേഷൻസുകൾ വരെ നമ്മുടെ പേഷ്യൻ്റ് മെഡിക്കൽ റെക്കോർഡ്സിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽസുകൾ മതി നമുക്ക് എല്ലാ പേഷ്യൻസിൻ്റെയും ഹിസ്റ്ററി മുഴുവനായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പേഷ്യൻ്റ് റെക്കോർഡ്സുകൾ ഇത്രയും ഇമ്പോർട്ടൻസുകളും വഹിക്കുന്നു. നെക്സ്റ്റ്, പേർപ്പസ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ റെക്കോർഡ്സുകൾ കളക്ട് ചെയ്ത് അത് സൂക്ഷിച്ചു വെക്കുന്നത്? ഇതിൽ 4 ബെനിഫിഷ്യറീസുകളാണ് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് പേഷ്യൻസുകളാണ്. പേഷ്യൻസുകൾക്ക് അവരുടെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ആക്സസുകളും ഡയഗ്നോസിസുകളും എന്തൊക്കെയാണ് ഹോസ്പിറ്റലുകാർ ചെയ്തിട്ടുള്ളത്, എന്ത് ഡയഗ്നോസിസ് ആണ് ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുള്ളത്, അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് സൈക്കിളും ഇല്ലെങ്കിൽ ഹെൽത്ത് സൈക്കിൾസിൻ്റെ ഇൻഫോർമേഷൻസുകൾ ലഭിക്കുന്നു. അതേപോലെ അൺനെസസറി ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളും മെഡിക്കേഷൻസുകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിമിൽ നമുക്ക് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട് വേണമെങ്കിലും ഈ ഒരു ഡോക്യുമെൻസുകൾ യൂസ് ചെയ്യപ്പെടുന്നത്. ഒരു ഡോക്ടറിനെ കൺസിഡർ ചെയ്യുന്നിടത്തോളം ഈ മെഡിക്കൽ റെക്കോർഡ്സുകളാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റിയോട് കൂടിയിട്ടുള്ള പ്രാക്ടീസുകൾക്ക് ഹെൽപ്പ് ചെയ്യപ്പെടുന്നത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസുകളും പ്ലാൻസുകളും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, ഒരു ഡോക്ടർ ദിവസേന കാണാൻ പോകുന്ന പേഷ്യൻസുകൾ എന്ന് പറയുന്നത് തൗസൻഡ്സുകളായിരിക്കാം. ഈ 1000 പേഷ്യൻസിൻ്റെയും ഇൻഫോർമേഷൻസുകൾ ഒരു ഡോക്ടർ റെക്കോർഡ് ചെയ്യപ്പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറിയിൽ ഇത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം ഇത്രയും പേഷ്യൻസിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയപ്പെടുന്നത് നമുക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റാസുകളാണ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടും തിരിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇവാലുവേഷൻസുകളും. ഇതേപോലെ തന്നെ ഡോക്ടറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ പേഷ്യൻസുകൾ എന്തെങ്കിലും ക്ലെയിമുകളോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സുകളോ റൈസ് ചെയ്യുമ്പോൾ അവരുടെ എവിഡൻസ് ഡോക്യുമെൻസുകളായിട്ട് നമ്മൾ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡാറ്റാസുകൾ യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഇനി അടുത്തൊരു ഹോസ്പിറ്റൽസുകൾക്ക്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിക്കൽ റെക്കോർഡ്സുകളാണ് ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്യുന്നത് മുതൽ ആ പേഷ്യൻ്റ് എക്സിറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ റെക്കോർഡിക്കൽ ഡാറ്റാസുകളുമാണ് നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം അവർക്ക് എന്തൊക്കെ സർവീസസുകൾ നമ്മൾ കൊടുത്തു, എന്തൊക്കെ സർവീസസുകൾ കൊടുത്തിട്ടില്ല, ഏതൊക്കെ ഡോക്ടേഴ്സുകളാണ്, എന്തൊക്കെ മെഡിക്കേഷൻസുകളാണ്, എന്ത് ഡയഗ്നോസിസുകളാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇതിനാവശ്യമായിട്ടുള്ള എത്ര ഫിനാൻഷ്യൽ സപ്പോർട്ട്സുകൾ നമ്മൾ അവർക്ക് കൊടുത്തു, എത്ര ഫൈനാൻസുകൾ അവരെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റാസുകളും അതേപോലെ തന്നെ അവർ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സുകളും ലീഗൽ പ്രൊട്ടക്ഷൻസുകളും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസുകളാണ്. ഇനി നെക്സ്റ്റ്, ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ മെഡിക്കൽ ഡാറ്റാസുകളാണ് ഒരു ബേസായി മാറുന്നത്. കാരണം ഏതൊരു റിസർച്ച് ആക്ടിവിറ്റീസിൻ്റെയും ഡാറ്റ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റായി നിൽക്കുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്സുകൾ. ഈ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഫൗണ്ടേഷനായി നിൽക്കുന്നതോടുകൂടി അവർക്ക് ഒരു സപ്പോർട്ടുകളാണ് കൊടുക്കുന്നത്. ആ സ്റ്റഡി ഗ്രൂപ്പ്സിന് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ട് ഐഡിയാസുകളും എക്സിസ്റ്റിംഗ് ട്രെൻഡുകളെ കുറിച്ചിട്ടും പഠിക്കാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, പബ്ലിക് ഹെൽത്ത് പോളിസീസുകളും അതിൽ ഇംപ്രൂവ്മെൻറ്റ്സുകളും കൊണ്ടുവരാം. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ഹോസ്പിറ്റൽ റെക്കോർഡ്സിൻ്റെ ഇമ്പോർട്ടൻസുകളും അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത്. ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുൾ ക്ലിനിക്കൽ ഹിസ്റ്ററികളാണ്. ഒരു ഹോസ്പിറ്റൽ ഫുൾ സൈക്കിളിൽ അവർ എന്തൊക്കെ അണ്ടർഗോ ചെയ്തു, എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലിനിക്കൽ റെക്കോർഡ്സുകളാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിനും അതേപോലെ ഡിഫറെൻറ്റ് മെഡിക്കേഷൻ പേർപ്പസസിനും സ്റ്റഡീസിനും വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നത്. തേർഡ് വൺ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലിനിക്കൽ റെക്കോർഡ്സുകളാണ് ട്രെൻഡ്സുകൾ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഇംപ്രൂവ്മെൻറ്റ്സുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഫെസിലിറ്റി അപ്ഗ്രഡേഷൻസ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യപ്പെടുന്നത്. ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പുകൾക്ക് ഇത് അവരുടെ റിസർച്ച് ആക്ടിവിറ്റീസുകളിലും ഡാറ്റ കളക്ഷൻസിലും അതേപോലെ അവരുടെ റിസർച്ച് ആക്ടിവിറ്റീസിൻ്റെ ഫൗണ്ടേഷനായിട്ടാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ മാറുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ കൺസിഡറേഷൻസിലോട്ട് വരാം. ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ ആക്സസിബിലിറ്റികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു
ഹോസ്പിറ്റൽ റെക്കോർഡ് റൂംസുകൾ നമുക്ക് ഏതൊരു രണ്ട് രീതികളിലാണ്. ഒന്നില്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഇല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളും. സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഒരു ഹോസ്പിറ്റൽസിൻ്റെ എൻ്റയർ റെക്കോർഡ്സുകൾ സൂക്ഷിക്കപ്പെടുന്ന ഏരിയാസുകളാണ്. ഈ ഏരിയാസുകൾ എന്ന് പറയുന്നത് ഈസിലി നമ്മുടെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഇൻ പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടും ഈസിലി ആക്സസിബിലിറ്റി ഉള്ള ഏരിയാസുകളായിരിക്കും. കാരണം ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലോട്ട് ഒരു ഔട്ട് പേഷ്യൻറ്റുകൾ വന്ന് കൺസൾട്ടേഷനും പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അവരുടെ റെക്കോർഡ്സുകൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യപ്പെടുന്നു. ഇവിടെയുള്ള ലാഗുകൾ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ വെയിറ്റിംഗ് ടൈമുകൾ ഇൻക്രീസ് ചെയ്യപ്പെടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും സ്ട്രാറ്റജിക്കലി ബെസ്റ്റ് പൊസിഷനായിട്ട് നമ്മൾ ഫ്രണ്ട് ഓഫീസിനോട് അടുത്തായിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ റെക്കോർഡ് റൂംസുകൾ ഔട്ടർ ഏരിയാസിലെ സ്റ്റാഫുകൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ വിസിറ്റേഴ്സിനും പേഷ്യൻറ്റിനും ഡയറക്റ്റ് ആക്സസുകൾ ഇല്ലാത്തതാണ്. കാരണം ഇൻഫർമേഷൻ റിട്രീവൽസുകൾക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയും ഹൈറാർക്കിയും ഉണ്ടായിരിക്കണം. കാരണം ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റാസുകളിൽ എന്തെങ്കിലും മിസ്സിങ്സുകളോ അല്ലെങ്കിൽ അതിലെ റിവ്യൂസുകളും എഡിറ്റുകളും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് വരുന്നത് ഔട്ട് പേഷ്യൻ്റ് റെക്കോർഡ് സെക്ഷൻസുകളാണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഔട്ട് പേഷ്യൻ്റ് റെക്കോർഡ് സിസ്റ്റംസുകളുടെ സെക്ഷൻസുകളാക്കിയിട്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് ഈസിലി ആക്സസിബിലിറ്റിയും പേഷ്യൻസുകൾ വരുന്നത് ഈസിലി ആയിട്ട് അവർക്ക് തിരിച്ച് റിട്രീവൽ ചെയ്ത് കൊടുക്കാനും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രൽ ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഓഫീസുകളാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സുകൾ കാരണം നമുക്ക് ഇപ്പോൾ എല്ലാ ഡാറ്റാസുകളും ഡിജിറ്റലൈസ്ഡ് ആണ്. ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ നമ്മുടെ പ്രോസസ്സുകൾ വളരെ സിമ്പിളും എഫിഷ്യൻറ്റും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിത്തിൻ സെക്കൻഡ്സുകൾ ഡാറ്റാസുകൾ റിട്രീവ് ചെയ്യാനോ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്ക് ഇൻ്റർ കണക്ഷൻസുകൾ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമ്മുടെ വെയിറ്റിംഗ് ടൈംസുകൾ പൊതുവെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ഒരു മെഡിക്കൽ റെക്കോർഡ്സുകൾ നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത്. അപ്പം മെഡിക്കൽ റെക്കോർഡ്സുകൾക്ക് നമുക്ക് മെഡിക്കൽ കോഡിങ്ങും അതേപോലെ ഇൻഡെക്സിങ്ങും ചെയ്യാറുണ്ട്. അതായത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസുകൾ WHO റെക്കമെൻഡേഷൻസുകൾ അനുസരിച്ച് ഓരോ ഡോക്യുമെൻസുകളും നമ്മൾ എന്താക്കാണ് ഡിസീസ് കാറ്റഗറി ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറ് ICD ക്ലാസിഫിക്കേഷൻസുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഫീവറിനെ ക്ലാസിഫൈ ചെയ്യുന്നത് R50.2 എന്നുള്ള ഒരു മെഡിക്കൽ കോഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഓരോ ടൈപ്പ് ഓഫ് ഡിസീസസുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ റെക്കോർഡ്സുകളും റിട്രീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇൻഡെക്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോസ്പിറ്റൽസിലെ റെക്കോർഡ്സുകൾ സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയപ്പെടുന്നത്. ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്യപ്പെടുന്നത് ഒന്നില്ലെങ്കിൽ ആൽഫബറ്റിക് അല്ലെങ്കിൽ മാസ്റ്റർ ഇൻഡെക്സുകൾ എന്ന് പറയാം, ഡിസീസ് ഇൻഡെക്സുകളാകാം, ഓപ്പറേഷൻ ഇൻഡെക്സുകളാകാം, ഫിസിഷ്യൻസ് ഇൻഡെക്സുകളാകാം, യൂണിറ്റ് ഇൻഡെക്സുകളാകാം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പം ആൽഫബറ്റിക് ഓർ മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മുടെ ഫയലിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് ആൽഫബറ്റിക് ഓർ മാസ്റ്റർ ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്താക്കാം, പേഷ്യൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറുകൾ, ID-കൾ എന്നിവയെ ബേസ് ചെയ്തിട്ട് റിട്രീവൽസുകൾ വളരെ സിമ്പിളാക്കുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസീസ് ഇൻഡെക്സുകളാണ്. നമ്മൾ ക്ലിനിക്കൽ റെക്കോർഡ്സുകളും ഡയഗ്നോസിസിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്ത് സോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസീസ് ഇൻഡെക്സുകൾ എന്ന്. ഓപ്പറേഷൻ ഇൻഡെക്സുകൾ എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷൻ ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിസിഷ്യൻ ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസൾട്ടിങ് ഡോക്ടേഴ്സിൻ്റെ പേഷ്യൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ഫിസിഷ്യൻസ് ഇൻഡെക്സ് എന്നും. യൂണിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ വൈസ് നമ്മൾ പേഷ്യൻ്റ് റെക്കോർഡ്സുകൾ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നതിനെയാണ് യൂണിറ്റ് ഇൻഡെക്സുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് മെഡിക്കൽ റെക്കോർഡ്സ് അതിൻ്റെ ഓപ്പറേഷണൽ ഏരിയാസുകളെ കുറിച്ചിട്ടാണ്. ഒരു മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ ഡാറ്റാസുകളാണ്. ഓരോ പേഷ്യൻസിൻ്റെയും പേഷ്യൻ്റെ ബേസിക് ഡീറ്റെയിൽസുകൾ മുതൽ അവർക്ക് ചെയ്ത
ഡയഗ്നോസിസുകളും നമ്മൾ അവസാനമായിട്ട് കൊടുത്ത മെഡിക്കേഷൻസുകൾ അടക്കം റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ പേഷ്യൻ്റ് ഡീറ്റെയിൽസുകൾ ഉണ്ടാകും, ഇൻവെസ്റ്റിഗേറ്ററി റിപ്പോർട്ട്സുകൾ ഉണ്ടാകും, ഡയഗ്നോസിസുകൾ ഉണ്ടാകും, ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സുകൾ ഉണ്ടാകും. അപ്പം ഒരു മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ വാല്യൂസും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഓരോ മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം പീരീഡ്സുകളുണ്ട്. ഒരു മെഡിക്കോ ലീഗൽ കേസസിൽ വന്ന ഒരു മെഡിക്കൽ റെക്കോർഡ്സുകളാണെങ്കിൽ അത് ലൈഫ് ടൈം ആയിട്ടൊരു ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഇനി മറിച്ച് ഒരു നമ്മളെ ഫയലിംഗ് സിസ്റ്റം ആണെങ്കിൽ മിനിമം ആയിട്ട് ഒരു 3 ഇയേഴ്സും, ഡിജിറ്റലി റെക്കോർഡ്സുകളാണെങ്കിൽ അത് 10 ഇയേഴ്സ് വരെ സൂക്ഷിക്കലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഗൈഡ് ലൈൻസുകൾ പറയപ്പെടുന്നത്. അപ്പം ഇത്രയും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസുകൾ കാണിക്കുന്നത് ആ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ വാല്യൂസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സുകളും റെക്കോർഡ് ചെയ്യപ്പെട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ കുറിച്ചിട്ടുണ്ട് അറിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻസുകളും ഡൗട്ടുകൾക്കും വേണ്ടിയിട്ട് വരുന്ന ലൈവ് സെഷൻസിലോട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസുകൾ ലൈവ് സെഷൻസിൽ കൊണ്ടുപോകുന്നതാണ്. താങ്ക്സ്. ഹാവ് എ നൈസ് ഡേ.